ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സാമൂഹ്യ ശാസ്ത്ര ക്യൂസ് 2026 പാർട്ട് 2 ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ചാന്ദ്രദിന ക്യൂസ്, വായനാ ദിന ക്യൂസ്, KPSTA സ്വദേശ് മെഗാ ക്യൂസ്, അക്ഷരമുറ്റം ക്യൂസ്, അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അതെല്ലാം കണ്ട് എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 1. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? ഉത്തരം സോണിയ ഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അയിത്തത്തിനെതിരെ ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയ കേരള നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം അയ്യങ്കാളി. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഭാഗം ഏതാണ്? ഉത്തരം ഭൂവൽക്കം. വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടി. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? ഉത്തരം ലൂണി നദി. താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ശില്പി ആരാണ്? ഉത്തരം ഉസ്താദ് ഈസ. ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ ISROയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ജപ്പാൻ. സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. കേരളത്തിൻ്റെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? ഉത്തരം പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം നേര്യമംഗലം. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം വളപട്ടണം. വളപട്ടണം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1924. നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര ക്യൂസ് 2026 പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി പാർട്ട് 3 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.